ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് വ്ളോഗും അങ്ങനെ അല്ലറ ചെറിയൊരു ഹാങ് ഔട്ട് വീഡിയോ ആണ്. ഉമ്മ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് ആയപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഒരു 5:30 6 മണി 6:30 ആ ടൈമിലാണ് ഇറങ്ങിയത്. അങ്ങനെ പുത്തനത്താണി വളാഞ്ചേരി കുറച്ച് അപ്പുറത്തുള്ള പുത്തനത്താണിക്കൊക്കെയാണ് പോകാൻ വിചാരിച്ചത്. പെരിന്തൽമണ്ണക്കല്ലാട് പോകേണ്ട വേറൊരു ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അറിയൂലായിരുന്നു. അപ്പോൾ ഹലാമാൾ കണ്ട് കുഴപ്പമില്ലാത്ത സൂപ്പർ മാർക്കറ്റാണ് തോന്നി. അപ്പോൾ അവിടെ കയറി. അവിടെ കയറിയപ്പോൾ പാർക്കിങ്ങിന് തീരെ സ്ഥലമില്ല. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലെത്തി. അപ്പോൾ ഒന്ന് ഉമ്മാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാനോട് അങ്ങനെ പറയണമെന്ന്, ഫുൾ ചിലവ് ഉമ്മാൻ്റെ വകയെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അമ്മ അങ്ങനെ പറയും, നിന്നെ കാണിക്കരുത്, എനിക്കിഷ്ടമല്ല എന്നല്ല, മുഖം കാണിക്കരുത്, ആൾക്കാർ കാണും അങ്ങനെയൊക്കെ പറയും കേട്ടോ. ആൾക്കാരെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ആൾക്കാർ കണ്ടാൽ പ്രശ്നമാണ്. അല്ല, കാണിക്കൊണ്ട് ആൾക്ക് പേഴ്സണലി കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ ആൾക്കാർ കണ്ടാൽ എന്താ പറയുക, ആൾക്കാർ കണ്ടാൽ എന്താ പറയുക കരുതിയിട്ട് നമ്മളിപ്പോൾ ജീവിക്കാൻ അതിന് നേരം ഉണ്ടാവുള്ളല്ലോ. അപ്പോൾ പറയണവരവിടെ പറയട്ടെ. അപ്പം ഞാനത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇടുമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഉമ്മക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനിടും, വേറെയുള്ളവരെ പേടിച്ചിട്ട് ഇടാതിരിക്കില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി അവിടെ പോയി. കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നു, മന്തിൻ്റെ അല്ലേ, അപ്പം അടുത്ത മാസക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊന്നും മേടിക്കില്ല, അല്ലറ ചില്ലറ സാധനങ്ങൾ ഒക്കെ മേടിക്കും ചെയ്യും. ആരെ കൂടെ പോയിക്കണം, ഇന്നെപ്പോലത്തെ ടീമാണ് കൂടെ പോയിക്കണം. പിന്നെ അത്യാവശ്യമുള്ളത് വാങ്ങാൻ പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നുറങ്ങുന്ന സാധനങ്ങളെ മേടിക്കുള്ളൂ. അങ്ങനെ ചെന്നപ്പോൾ തന്നെ കുറേ ഓഫേഴ്സ് ഉണ്ട്. സോപ്പിന്, ഡിഷ് വാഷിന്, അങ്ങനത്തെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ചന്ദ്രികൻ്റെ അത് ഇങ്ങനത്തെ ഒരു ഓഫർ പാക്ക് കണ്ടപ്പോൾ തന്നെ അതിൽ ഒന്നെടുത്തു. കാരണം സോപ്പിന് ഭയങ്കര ചിലവാണ്. ഞങ്ങൾ പിന്നെ വൃത്തിയും വെടുപ്പുള്ള ആൾക്കാരായതുകൊണ്ട് സോപ്പിന് ഭയങ്കര ചിലവാണ്. എന്നപ്പോൾ കുളിയൊക്കെ തുടങ്ങിയത് ഞാനൊക്കെ. അങ്ങനെ എനിക്ക് പേഴ്സണലി ചന്ദ്രിക ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ല് കേട്ടോ, കുറച്ച് കുത്തുന്ന സ്മെല്ലാണെങ്കിലും നല്ല രസമാണ്. പിന്നെ ജാം, കെച്ചപ്പ്, ന്യൂട്ടല്ല, പിന്നെ ലട്ടെ, ചോക്കോപ്പായി ഉണ്ടായിരുന്നു ഇവിടെ. അത് ഇങ്ങനെ ഒരു കോംബോ പാക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അത്ര വലിയ പാക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെറിയ പാക്ക് ഉണ്ടോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ കുറേ ബട്ടർ, എന്താ ഇപ്പം തന്നെ പറയാം, പീനട്ട് ബട്ടർ, ഓർമ്മയിട്ടില്ല. അപ്പോൾ ആ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എൻ്റെ പുയ്യാപ്പിളക്കും വേണ്ടിയാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓയിലിൻ്റെ സെക്ഷനിൽ എല്ലാ ഓയിലും എടുത്തു. ഓയിലിനൊക്കെ കുഴപ്പമില്ലാത്ത ഓഫർ ഉണ്ടായിരുന്നു. നല്ല നല്ല ബ്രാൻഡിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. സൺഫ്ലവറും മറ്റേ റിഫൈൻഡ് ഓയിലും പിന്നെ കോക്കനട്ട് ഓയിലിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഈ ഓഫറൊക്കെ എപ്പോഴുള്ള ഓഫറാണെന്ന് അറിയില്ല. ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, അപ്പോൾ തള്ള വൈബ് ആയോ എന്നറിയില്ല കേട്ടോ. പാത്രങ്ങൾ കാണുമ്പോൾ ഒരു ത്വര, അതൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ, സ്റ്റീലാണെങ്കിലും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടികൾ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വാങ്ങാനൊക്കെ ഒരു, പിന്നെ ഈ എയർ ഫ്രയർ എനിക്ക് കുറേ ആയി വാങ്ങണം വിചാരിക്കണോ. അത് ഇൻഷാല്ലാ ഒരു ദിവസം വാങ്ങും. നല്ലതല്ലേ, നമുക്ക് ഫ്രൈ ചെയ്ത ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഓയിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കഴിക്കാനൊക്കെ. ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എയർ ഫ്രയർ ഞാൻ കുറച്ച് നേരം നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു അങ്ങനെ എണ്ണൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ ഈ എണ്ണ കഴിക്കാൻ നല്ലതല്ലെങ്കിലും ഇത് പൊരിച്ചെടുക്കലൊരു ടാസ്ക് അല്ലേ. എന്തെങ്കിലും ഒരു ഓയിലിൽ വറുക്കേണ്ട ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മളതിങ്ങനെ നിന്ന് ഇറങ്ങാറാവണ്ടേ. അപ്പോൾ അത് നോക്കി. പിന്നെ സ്റ്റൗവിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. കുഞ്ഞ് സ്റ്റൗ കേട്ടോ, അതിൽ കാണാൻ അത്ര വലിപ്പമല്ല, ഒരു കുഞ്ഞ് സ്റ്റൗ 2399 നല്ല സ്റ്റൗ. പിന്നെ അരികളെ സെക്ഷൻ, ഇങ്ങനെ മന്തി അരിയുടെ കിറ്റൊക്കെ ഉണ്ടായിരുന്നു. മന്തിയല്ല, കപ്സി മന്തിക്ക് ഒരേ അരിയല്ല എടുക്കുക, എനിക്കറിയൂല കേട്ടോ. അങ്ങനെയൊക്കെ ആ മന്തിയുടെ അത് കണ്ടിട്ടൊന്ന് സ്ട്രൈക്കിങ് ആയി. അത് എടുത്തോ ഇല്ലയെന്നൊക്കെ ഓർമ്മയില്ല, എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ത്യ ഗേറ്റും ഒക്കെ എല്ലാ ഗേറ്റുകളും ഉണ്ട് അവിടെ. ഇന്ത്യ ഗേറ്റ്, ജീരകശാല, കയമ, അങ്ങനത്തെ കുറച്ച് ഹൈ ബ്രാൻഡ് ബിരിയാണി അരികളൊക്കെ ഉണ്ട്. ഈ അരികളൊക്കെ എന്താ വ്യത്യാസം എന്നാവല്ലേ. പിന്നെ നെയ്യിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. നെയ്യിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതെടുത്തു. അങ്ങനെ കുറേ ലൊട്ടിലൊടക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഞാൻ ആ മയോണീസ് എടുക്കാൻ വേണ്ടി കുറേ തുനിഞ്ഞു, പക്ഷേ സമ്മതിച്ചില്ല. കാരണം മയോണീസ് അത്ര നല്ലതല്ല, അത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പ്രിസർവ് ചെയ്തിട്ട് സാധനങ്ങൾ കഴിക്കാൻ വലിയ വിശ്വാസമല്ല. അപ്പം അതെടുത്തില്ല. പിന്നെ ബിസ്ക്കറ്റ്സിനൊക്കെ ബൈ 1 get 1 ഓഫറൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ആ ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമുള്ള ബിസ്ക്കറ്റിലാണെങ്കിൽ ഓഫറും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒലീവ്സും കുക്കുമ്പറൊക്കെ മറ്റേ ഉപ്പിലിട്ട് വെച്ചൊക്കെയായിരുന്നു. അതൊക്കെ അതൊന്നും വേണ്ട. മറ്റേ റോഡ് സൈഡിൽ വാങ്ങുന്ന ടേസ്റ്റൊന്നും അതിന് കിട്ടൂല. അങ്ങനെയൊക്കെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ കണ്ടോ. മെലഡി എന്തിനാ അത് പലരോടും നമ്മളെ കണ്ണിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ വെക്കല്ലേ? വല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത് തോന്നുന്നുണ്ട്. എന്താ മനസ്സിലൊരു സൈക്കോളജിക്കലായിട്ട് നമ്മൾ മനസ്സിൽ കരുതിയത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ വരിക. ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ തട്ടിക്കാനുള്ള കുറേ പരിപാടികളാണ്. അച്ചാറുകളൊക്കെ കണ്ടില്ലേ? ഇത് കണ്ട ആരാ ഒന്നും എടുക്കാതെ പോവുക. അത്രയ്ക്ക് അടിപൊളി പല അച്ചാറും, മീൻ അച്ചാർ, ബീഫ് അച്ചാർ, അതേപോലെ ചെമ്മീൻ, കൂൺ, അങ്ങനെ പലതിൻ്റെ അച്ചാറുകളുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും പാസ്തയും മക്രോണി എടുക്കലും നിർബന്ധമാണ്. കാരണം എപ്പോഴെങ്കിലും കഴിക്കാൻ കൊതിയാവുന്ന സാധനങ്ങളാണ് ഈ പാസ്ത, മക്രോണിയൊക്കെ. അപ്പോൾ അതെടുത്തു. പിന്നെ ഇത് കാണുന്നത് രസം പൗഡർ. പിന്നെ ഇത് ടേസ്റ്റി നബിൾസിൻ്റെ റെഡി ടു ഈറ്റ് കേട്ടോ. അതിൻ്റെ ഒരു മെക്കാനിസം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ബിരിയാണി, ചിക്കൻ കറി, ബീഫ് കറി, അതൊക്കെ എങ്ങനെ ഇത്രയും കാലം കേടുകൂടാതിരിക്കണമെന്ന് എനിക്കറിയില്ല. അത് നല്ലതാണോയെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മാഗീൻ്റെ കോംബോ പാക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. കാരണം മാഗിയൊക്കെ എപ്പോഴും വാങ്ങേണ്ടതല്ല. കാരണം കോംബോ ഓഫർ ഉണ്ടെങ്കിൽ എടുക്കണം നല്ലത്. ഇത് ഉമ്മക്ക് അറിയണമെന്നില്ല, ഓൽക്ക് അറിയണമെന്നില്ല ഇതിങ്ങനെ റെഡി ടു ഈറ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഓൾക്ക് അന്തം വിട്ടു. അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ബാക്കി ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇത് കേട് വരും. അതാണ് എല്ലാ സാധനങ്ങളും. പക്ഷെ ഇത് ഇത്രയും കാലം പാക്ക് ചെയ്തിട്ട് വെച്ചാൽ ഇത് കേട് വരൂലേ? അതിൽ കെമിക്കലൊക്കെ ഇട്ടിട്ടുണ്ടാവുന്നതാണ് ഉമ്മ പറയണത്. എല്ലാ ഉമ്മാനും അങ്ങനെ തന്നെ കാര്യം പറയാം കേട്ടോ. എവിടെ പോയാലും മാഗി, എല്ലായിടത്തും കൊണ്ടുപോയി മാഗി വെച്ചു. അങ്ങനെ ഞാൻ പിന്നെയും നടപ്പ് തുടർന്നു ഗൈസ്. ഇവിടെ ഒന്നും പോകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പ്രശ്നം വരുന്ന കുറേ ഏരിയാസ് വരുന്നുണ്ട്. അതാണ് എനിക്ക് പ്രശ്നം. അതാണ് ഈ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അധികം പോവാത്തത്. കാരണം എനിക്ക് ഇങ്ങനത്തെ വീട്ടു സാധനങ്ങളല്ല, എനിക്ക് വേറെ പല സാധനങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് കൺട്രോൾ പോവുക. ബിസ്ക്കറ്റിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഒരു ചോക്ലേറ്റ് സെക്ഷനും ഐസ്ക്രീമിൻ്റെ സെക്ഷനും ഒക്കെ വരാണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് കേട്ടോ പാർലേജി. എത്ര ഹൈ ബ്രാൻഡ് ബിസ്ക്കറ്റാണെങ്കിലും ഈ പാർലേജിയാണ് എനിക്കിഷ്ടം. പലർക്കും ഇഷ്ടമില്ലാത്തൊരു ബിസ്ക്കറ്റാണ് പാർലേജി. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ, ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് ഈ പാർലേജി കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങും. അതിൻ്റെ വലിയ പാക്ക് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇതിലെടുത്തതും എന്നെ കളിയാക്കാം കേട്ടോ. ഇവിടെ ഇത്രയും സാധനം ഉണ്ടായിട്ട് ഓൾക്ക് ഇത് എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാണ്. അങ്ങനെ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സെക്ഷൻ. ഈ സെക്ഷനിക്ക് വന്നാൽ പക്ഷെ ഇവിടെയൊക്കെ വലിയ പാക്കാണ്, ഫാമിലി പാക്കുള്ളൂ. നമുക്ക് അപ്പം എടുത്ത് കഴിക്കാൻ പറ്റിയ ചെറിയ പാക്കൊന്നും കാണാനില്ല. വലിയ പാക്ക് എടുക്കുകയും ചെയ്തില്ല കേട്ടോ. അത്ര വലിയ പാക്കുള്ളത് ഒക്കെ ഫാമിലി പാക്ക്. ഐസ്ക്രീംസ് ചെറിയ എല്ലാ ഫ്ലേവറിൻ്റെയും ഒരാൾക്ക് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിലുള്ളത് അവിടെ കാണാനില്ല. അങ്ങനെ ഐസ്ക്രീംസിലൊന്നും എടുത്തില്ല. അതങ്ങനെ കണ്ട് പോകുന്നതല്ല. അപ്പോൾ കാരണം മുഴുവൻ എടുക്കാൻ തന്നാൽ പിന്നെ അതിൻ്റെ നേരം ഉണ്ടാവുള്ളല്ലോ. പിന്നെയുള്ള സെക്ഷൻ ഫുള്ള് നമ്മളെ കണ്ണ് തള്ളുന്ന സെക്ഷനായിരുന്നു കേട്ടോ. ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. വാങ്ങിത്തരാത്തവർക്ക് ഒന്നും ഇഷ്ടമല്ല. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയി. അങ്ങനെ അവിടുന്ന് വേഗം എസ്കേപ്പ് ആയി. കാരണം അവിടെ നിന്നാൽ ഞാനത് ഫുള്ള് വാങ്ങും. അങ്ങനെയാണ്. പിന്നെ മുകൾക്ക് പോയി. ഇത് കുട്ടികളുടെ പ്ലേ ഏരിയ ആയിരുന്നു. ഞങ്ങളുടെ കൂടെ കുട്ടികളില്ലാത്തതുകൊണ്ട് ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നില്ല. കാരണം കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവാം. തൊട്ടപ്പുറത്ത് തന്നെ ഫുഡ് കോർട്ട്, അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചില്ല. കാരണം അവിടെ നിന്ന് കഴിക്കണ്ട, പുറത്തുനിന്ന് വേറെ പുറത്തിറങ്ങിയിട്ട് കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ തോന്നിട്ടില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിരിക്കും. അതേ കാരണം ചെയ്യും. ഇപ്പോഴത്തെ കാലാവസ്ഥയായിട്ട് ഭയങ്കര കോൾഡായിട്ട് സൗണ്ടൊന്നും തീരെ കിട്ടണില്ല. സംസാരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാട്ടോ. നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. മൂക്കൊക്കെ അടഞ്ഞിട്ട് കോൾഡ് പിടിച്ച് കൂടിയിട്ട് മൂക്കൊക്കെ അടഞ്ഞിട്ട് ഭയങ്കര ഇറിറ്റേഷനാണ്. സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വേദന ഒക്കെ വരും. ഈ ഇടയ്ക്കിടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ, അങ്ങനത്തെ ഒരു കാലാവസ്ഥ തീരെ പറ്റണില്ല. ഞാൻ ഇടയ്ക്ക് പനിയും വന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇത് കുറേ മുമ്പ് ഒരു 2-3-4 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്ക് ഞങ്ങളിപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇറങ്ങി ചായ കുടിക്കാൻ നിന്നു. അപ്പോൾ അവിടെ ചായയും കടികളും കുറച്ച് കടി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട്. അധികം ആളൊന്നുമല്ല.
ഒരു 4-5 ചെക്കന്മാരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അവരവിടെ വ്യൂ കണ്ടിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ മഴയൊക്കെ വരുന്നുണ്ട്, കുറച്ച് നേരം വാങ്ങണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു. പിന്നെ ഉപ്പാക്ക് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ രാത്രി 10:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഫ്രണ്ടിലൊരു ചക്ക ഇരിക്കുന്നു. ചക്ക ഇവിടുന്ന് വന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ ഗൈസ്. അങ്ങനെ രാത്രിയായി, വീട്ടിലായിട്ട് കയറി. ടാറ്റാ.